എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണമോള് മനുവിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ രോഹിയേട്ടൻ്റെ കരിയറും ഭാവിയെല്ലാം ജീവിതവും എല്ലാം പോയില്ലേന്ന്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ മാത്രമല്ലല്ലോ എൻ്റെ വീട്ടിലുള്ള ഒരുത്തനും കൂടി ഇല്ലേ. അന്ന് അലീനയോട് ആ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഞാൻ ഇങ്ങനെ അവനെ നന്നായിട്ട് ഇടിച്ചതാണ്. പക്ഷേ അവന് എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് മാത്രം പോരാ, പോലീസിൻ്റെ കയ്യിൽ നിന്നും കൂടെ വാങ്ങിച്ച് വെക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ അവരെ അനുഭവിച്ചോട്ടെ, ചിലർ അങ്ങനെയാണ്, പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ വരുന്നത് അനുഭവിച്ചോട്ടെ എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണമോളും പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി രോഹിയേട്ടനോട് ആവുന്ന പോലെ പറഞ്ഞതാണ് ഹരിയേട്ടനുമായിട്ടുള്ള കൂട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ രോഹിയേട്ടനും കേട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളിപ്പോൾ അവരെക്കുറിച്ചൊന്നല്ല ചിന്തിക്കേണ്ടത്, സ്കൂളിൽ പോകണ്ടേ, കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെ ഫേസ് ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോളോട് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്, ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, ചിലരിങ്ങനെ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ എത്തി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും കണ്ടാൽ ചീത്ത പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ 2 ദിവസമേ കാണുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് സ്കൂളിൽ പോവുകയും പഠിക്കുകയൊക്കെ വേണമല്ലോ, അപ്പോൾ അതിനുള്ള ഒരു ഇതൊക്കെ നമ്മൾ സ്വയം ഇങ്ങനെ കരുത്തുണ്ടാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി ഇങ്ങനെ സുലോചന ആൻറ്റി ഇവിടെ വന്നിട്ടുണ്ട്, ഗോവർദ്ധൻ അങ്കിൾ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയതാണ്, അപ്പോൾ ആൻറ്റിയുടെ കൂടെയാണെന്ന് പറയും. അപ്പം ബബിത എവിടെയെന്ന് ചോദിക്കും കേട്ടോ. ബബിത ചേച്ചി റൂമിലാണ്, പാലായിൽ നടക്കുന്ന ഒരു കാര്യം അറിയാത്ത പോലെയാണ് നടപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ ഒരു ജന്മം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോള് വെച്ചോ, എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മനു കോൾ കട്ട് ചെയ്യേ. അത് കഴിഞ്ഞ് പിന്നീട് ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നാണ് കേട്ടോ. അപ്പോൾ ബാലേട്ടൻ രാവിലെ തന്നെ എണീറ്റോ എന്ന് ചോദിക്കുമ്പോൾ രാവിലെ നേരത്തെ എണീറ്റതാണോ, ഇനിയിപ്പോൾ രാത്രി ഉറക്കം വരാത്തതാണോ എന്നൊന്നും അറിയില്ല എന്ന് പറയും. എൻ്റെ ഫോൺ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുലോചനേനെ കടപ്പാട്ടൂരിൽ കൊണ്ടുപോയി വിട്ട കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് രാവിലെ അവിടെ പോയിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഫോൺ കൊണ്ടുവന്നോ എന്നാണ് കേട്ടോ ആദ്യം തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് അവൾ ചോദിച്ചപ്പോൾ തന്നെ എടുത്ത് തന്നോ അതോ നിർബന്ധിച്ച് ചോദിച്ചിട്ടാണോ തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ചോദിച്ചപ്പോൾ തന്നെ എടുത്ത് തന്നു എന്ന് പറയും. ഇപ്പോൾ ഫോണില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേട്ടന് ഫോണില്ലാത്തതുകൊണ്ട് ഞാനാണ് ബുദ്ധിമുട്ടിയത്, ബാലേട്ടനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പലരും എന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് ഡോക്ടറോട് ഡിസ്ചാർജ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഗോവർദ്ധനോട് പറയുമ്പോൾ ബാലേന്ദ്രനോട് ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ ഡിസ്ചാർജ് തരുമെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്ത് കുറേ ഗുളിക തരുന്നു, പിന്നെ വെറുതെ ഇവിടെ കിടക്കുകയാണ്, എന്തായാലും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എനിക്ക് വീട്ടിലേക്ക് പോകണം, ഡോക്ടറോട് ചെന്നിട്ട് പറയാൻ പറയും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് ഡോക്ടറോട് കാര്യമൊക്കെ പറയുമ്പോൾ ഡോക്ടറും ബാലേന്ദ്രനെ കാണാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഡോക്ടറോടും അത് തന്നെയാണ് പറയുന്നത്, ഡിസ്ചാർജ് വേണം എന്നാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകണം, ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മകനാണെങ്കിലും ജയിലിലാണ്, വീട്ടിൽ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അവരാണെങ്കിൽ സ്കൂളിലും കോളേജിലും ഒന്നും പോകുന്നില്ല, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ, അവിടെ പോയിട്ട് എന്തിനാ, നിങ്ങളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് ഓർക്കണം എന്ന് പറയുമ്പോൾ, അതൊക്കെ എനിക്കറിയാം, ഇനിയും ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്രോണിക് ഇങ്ങനെ ഹാർട്ട് പേഷ്യൻ്റ് ആവും, അത് വേണ്ടാന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഡോക്ടർ എനിക്ക് ഡിസ്ചാർജ് തന്നില്ലെങ്കിൽ എനിക്ക് ഡോക്ടറെ ധിക്കരിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടി വരും എന്ന് പറയുമ്പോൾ, ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഡിസ്ചാർജൊക്കെ തരാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും, നിങ്ങളുടെ നിർബന്ധത്തിലും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലും മാത്രമാണ് ഇവിടുന്ന് പോകുന്നതെന്നുള്ളത് എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും എന്ന് പറയുമ്പോൾ, അതൊക്കെ തന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അപ്പോൾ ആയിക്കോട്ടെ, എന്തായാലും ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ ഗോവർദ്ധനോടും എല്ലാം പാക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാണ്, ഡിസ്ചാർജ് ആവുകയാണ്, ബില്ല് അടച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ ബാലേട്ടാന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അവർ കടപ്പാട്ടൂരിലേക്ക് എത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവർ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഗോവർദ്ധൻ ചെറിയ ഗേറ്റ് തുറന്നിട്ടാണ് പിന്നെ നേരെ ഫ്രണ്ടിലുള്ള ഗേറ്റ് തുറക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ തുറന്ന് കാറൊക്കെ അകത്തേക്ക് എടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് അലീന ആരാണെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അലീനയും വന്ന് നോക്കുന്നുണ്ട്. സുലോചനയാണ് കേട്ടോ, സുലോചനയുണ്ട് അലീനയുടെ കൂടെ. അപ്പോൾ അവർ കൃഷ്ണമോളും ഉണ്ട് കേട്ടോ, 3 പേരും കൂടിയാണ് വരുന്നത്. അപ്പോൾ സുലോചനയാണെങ്കിലും ജനലിൻ്റെ അവിടെ വന്നിട്ട് പുറത്തേക്ക് നോക്കിയിട്ടാണ് കേട്ടോ വന്ന് ഡോറൊക്കെ തുറക്കുന്നത്. അപ്പോൾ അവർ പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളാണെങ്കിലും അച്ഛനെ കാണുന്ന സമയത്ത് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ എന്തെടുക്കായിരുന്നു എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത്, ഞാൻ പഠിക്കുകയായിരുന്നു, സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അലീന അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ആകെ ക്ഷീണിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരികയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ എടുത്തോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മുകളിൽ പോയി റൂമിൽ പോയിട്ട് ഈ രോഗിയുടെ വേഷമൊക്കെ ഒന്ന് അഴിച്ചുന്നതൊന്നും അവൾ അറിയുന്നില്ലേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ, അറിഞ്ഞാലും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ കൃഷ്ണമോള് പറയുന്നത്. എന്നിട്ട് പിന്നെ അവർ മുകളിലേക്ക് അങ്ങ് കയറിപ്പോവും. കൃഷ്ണമോളും ബാലേന്ദ്രൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ മുകളിലേക്ക്. പിന്നീട് വൈജയുടെ അടുത്തേക്ക് നേഴ്സ് വരുന്നുണ്ടായിരുന്നു.
നഴ്സ് വന്നിട്ട് ചോദിക്കും, ഒരു കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഡിസ്ചാർജ് വാങ്ങിച്ച് പോയല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ എപ്പോഴാണ് പോയത്, അതെന്താ പെട്ടെന്ന് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നഴ്സ് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും, അതൊക്കെ കൊണ്ടാവാൻ പോയത് എന്ന് പറയുമ്പോൾ വൈജിയും പറയുന്നുണ്ട്, എൻ്റെ അടുത്തേക്കും പലരും വരുന്നുണ്ട്, പിന്നെ പരിചയമുള്ളവരാകുമ്പോൾ മുഖം കറുപ്പിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് ആ നേഴ്സാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ തേനെ പാല് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് വളർത്തിയ മക്കളാണ്, നമ്മുടെ വിചാരം ഇപ്പോഴും അവർ കുഞ്ഞാണെന്നാണ്, പക്ഷേ അവന്മാർ ചെയ്തു വെക്കുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ വൈജ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മകൻ അത്ര കുഴപ്പക്കാരനൊന്നും അല്ലായിരുന്നു, അവൻ ഏതോ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് ഇങ്ങനെയായി പോയത്, അവനൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ പേര് കണ്ടപ്പോൾ എനിക്കും അതിശയമായിരുന്നു, അവൻ്റെ പേര് കൂട്ടിച്ചേർത്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നേഴ്സും പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ ആശ്വസിക്കാം, പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ, അവന്മാർ രണ്ടുപേരും കൂടെ ഇവിടെ മാഡത്തിൻ്റെ മകളാണെന്നും പറഞ്ഞ് ബൈസ്റ്റാൻഡറായിട്ട് നിന്നിരുന്ന അലീനേനെ ഇങ്ങനെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ എങ്ങനെ അറിയുന്നു എന്ന് വൈജി ഇങ്ങനെ ആ നേഴ്സിനോട് ചോദിക്കുമ്പോൾ, അതൊക്കെ പത്രത്തിലുണ്ടായിരുന്നല്ലോ, ഞാനും വായിച്ചതല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പത്രം വായിക്കാനൊക്കെ സമയം കിട്ടുമെന്നാണ് വൈജ നേഴ്സിനോട് ചോദിക്കുന്നത്. അപ്പോൾ ചില വാർത്തകൾ കാണുമ്പോൾ നമുക്കത് വായിക്കാൻ തോന്നുന്നൊക്കെ നേഴ്സും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വൈജിനോട് നേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, മാഡം ഇനി ശരിക്കും തിരിച്ച് ആ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നതെന്നാണ് കേട്ടോ വൈജ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നീട് വൈജി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, സ്വന്തം കുടുംബക്കാരെ നോക്കാൻ സമയമില്ല, ഇവിടെ ന്യൂസ് പിടിക്കാൻ നല്ല സമയമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പറയുന്ന സമയത്ത് ആ നേഴ്സ് പറയുന്നുണ്ടായിരുന്നു, ഫാമിലി കോർട്ടിലെ വക്കീലിനെ ഇവിടെ വിളിച്ച് വരുത്തി സംസാരിക്കുമ്പോൾ ഞങ്ങളും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കില്ലേ, പിന്നെ മാഡത്തിൻ്റെ ആങ്ങളമാർ വന്നിട്ട് മാഡത്തിനെ ഉപദേശിക്കുന്നു, അതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കില്ലേ എന്ന് പറയും. പിന്നീട് ആ നേഴ്സ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മാഡത്തിനോട് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ വൈജി ചോദിക്കും, ഉപദേശമാണെങ്കിൽ വേണ്ടാന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഉപദേശമൊന്നുമല്ല, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം വന്നിരിക്കുകയല്ലേ, ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്, ഇങ്ങനെ രണ്ട് പെൺകുട്ടികളല്ലേ നിങ്ങൾക്ക്, അപ്പോൾ അവർക്കും ഒരു ധൈര്യം, ബ്രെഡോ ബിസ്ക്കറ്റോ ബണ്ണൊക്കെ കോളിംഗ് ബെല്ല് ഇപ്പോഴും ഉണ്ടല്ലോ, അതടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകട്ടോ. കൃഷ്ണയും അച്ഛാ ഞങ്ങൾ താഴേക്ക് പോവാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ, എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ കുറേ ദാസിമാരും ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് നിന്നോട് ആരും വന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ അപ്പോൾ ഇങ്ങനെ ശമ്പളം വാങ്ങിച്ചിട്ട് ജോലി ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് കളിയാക്കിക്കൊണ്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും അലീന അവിടെ വന്ന് നോക്കിയിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ബബിതയാണെങ്കിലും ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് അച്ഛൻ വന്നിട്ട് അറിയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, രോഹിയുടെ കാര്യം വല്ലതും നീ അറിഞ്ഞോ, അവൻ 2 ദിവസമായിട്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയല്ലോ, ഇപ്പോൾ ഫുഡും അക്കോമഡേഷനൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനമ്മമാരെ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കാറുള്ളത്, മക്കളൊക്കെ ഇങ്ങനെ അച്ഛനമ്മമാരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം, അതെന്തായാലും അവൻ ഇങ്ങനെ അവൻ്റെ കാര്യം നോക്കി പോയി എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെയാണോ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു നേരം ശ്വാസം ഒന്ന് നിലച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് പുഴു അരിച്ച് പോകുന്ന ശരീരം നമുക്കുള്ളൂ എന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം.